ഇന്നിതാ കുറച്ച് ജീവനുള്ള മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. അപ്പോൾ ഇത് കുറച്ച് ഒരു വഴുവഴുപ്പൊക്കെ ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ ഒരു മേലിൽ നമുക്കങ്ങനെ കൈ കൊണ്ട് പിടിച്ചാലൊന്നും അങ്ങനെ കിട്ടില്ല, കയ്യിലിങ്ങനെ വഴുതി പോകും കേട്ടോ. അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ തോട്ടിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള മീനൊക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുക, അതുപോലെ ഈ ഒരു വഴുവഴുപ്പുള്ള മീനൊക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. വരാല് എന്ന് പറഞ്ഞിട്ടുള്ള മീനാണ് കേട്ടോ ഇത്. ചെറുതും വലുതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള മീൻ ഇങ്ങനെ തോട്ടിൽ നിന്ന് പിടിച്ച മീൻ കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. നമ്മൾ മറ്റേ മീനൊക്കെ എങ്ങനെയുള്ള മീനാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇതെന്തായാലും നമുക്ക് ഫ്രഷ് ആണെന്നുള്ളത് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള മീൻ തന്നെയാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇത് കയ്യിൽ നമുക്കൊന്ന് പിടുത്തം കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മീനിൽ മൊത്തത്തിലൊന്ന് വെണ്ണീരിൽ പൊതിഞ്ഞെടുക്കും കേട്ടോ. വെണ്ണീര് കയ്യിലും ആക്കും, അതുപോലെ തന്നെ ഈ ഒരു മീനിൻ്റെ മേല് മൊത്തത്തിൽ വെണ്ണീരാക്കും. അങ്ങനെ വെണ്ണീരാക്കി കഴിഞ്ഞാലേ ഉള്ളൂ നമുക്കിത് ഇങ്ങനെ പിടിച്ച് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിലുള്ള ചിറകൊക്കെ ഒന്ന് വെട്ടിക്കളയുന്നുണ്ട്. ഇനി നമ്മളിതാ ഈ ഒരു പലകയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു ചെളുക്കൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ കത്രിക വെച്ചിട്ടോ ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. പുതിയ മീനായതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. അങ്ങനെ ചതഞ്ഞു പോകുന്നൊന്നുമില്ല കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത്. ശരിക്കും നമ്മൾ പുറത്തുനിന്ന് നമ്മളെ കടലിലെ മീനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കയ്യിലൊന്നും ഇതുപോലെ പിടിക്കാൻ പറ്റില്ല കേട്ടോ. ഇത് നല്ല കരിമ്പ് പോലെ നല്ല ഉറപ്പുള്ള മീനാണ്, അതുകൊണ്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ ചില മീൻ കത്രിക വെച്ചിട്ട് വലിയ മീനൊന്നും വലിയ മീനിൻ്റെ മുള്ളൊന്നും കത്രിക വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അത് കത്തി വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെ അതിൻ്റെ ആ ഒരു വയറിൻ്റെ ആ ഒരു ഭാഗം ഒന്ന് തുറന്നിട്ട് ഒന്ന് ക്ലീൻ ആക്കണം കേട്ടോ. അതിൽ നമ്മൾ മറ്റേ മീനിൻ്റെ അത്രക്ക് അങ്ങോട്ട് വേസ്റ്റ് ഒന്നുമില്ല കേട്ടോ, ചെറിയൊരു വേസ്റ്റൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് വേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ട് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. കല്ലുപ്പൊക്കെ ഇട്ടിട്ട് ഒരു 5-6 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുള്ള മീനാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. ഒരുപാട് ഭയങ്കര കുത്തുന്ന മസാലയൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ആ ഒരു മീനിൻ്റെ നാടൻ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള മസാലകളൊക്കെ മതി. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളായിട്ട് മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും പെരിഞ്ജീരകത്തിൻ്റെ പൊടിയുമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത്ര പൊടികൾ മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്നാലുള്ള നമുക്ക് ആ ഒരു മീനിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ആ ഒരു മസാലയുടെ ടേസ്റ്റിനേക്കാളും നമുക്ക് ഇങ്ങനത്തെ നാടൻ മീനൊക്കെ കിട്ടുമ്പോൾ ആ ഒരു മീനിൻ്റെ ടേസ്റ്റും കൂടെ കിട്ടണമല്ലോ. അപ്പോൾ മസാലയുടെ ടേസ്റ്റ് അങ്ങനെ മുന്നിട്ട് നിൽക്കേണ്ട. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി മസാല പിടിക്കാൻ ഒരു അരമണിക്കൂറൊക്കെ മാറ്റി വെക്കാം, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ഇതിങ്ങനെ തിരിച്ചു മറിച്ചൊന്നും ഇട്ട് കൊടുക്കുന്ന സമയത്തൊന്നും ഉടഞ്ഞു പോകുന്നോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല ബലത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പറ്റ പൊടിഞ്ഞു പോകുന്ന ഒരു മീനൊന്നുമല്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കോരിയെടുത്താൽ അതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വരാൽ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ഒരു നാടൻ രുചിയിലുള്ള ഒരു മസാലയും അതുപോലെ തന്നെ ആ ഒരു മീനിൻ്റെ ടേസ്റ്റും ഒക്കെ കിട്ടുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്